ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. Hello everyone. In today's lesson, we will learn how to communicate at a vegetable shop. We will go through simple phrases to help you ask for vegetables, check prices and make payments. So, let's start. So, വെജിറ്റബിൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലെത്തുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആരൊക്കെയുണ്ട്? ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ വാങ്ങിക്കാൻ വന്ന ആൾ. ഷോപ്പ് കീപ്പർ എന്ന് പറഞ്ഞാൽ ആ ഷോപ്പ് റൺ ചെയ്യുന്ന വ്യക്തി, ആ ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന ആൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമർ ആദ്യം എന്ത് ചോദിക്കുകയാണ്? കസ്റ്റമർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ആളെ ആദ്യം ചോദിക്കണ്ടേ. അപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ നല്ല തക്കാളി ഉണ്ടോ? നിങ്ങളുടെ പക്കൽ നല്ല തക്കാളി ഉണ്ടോ? ഡു യു ഹാവ് ഫ്രഷ് ടൊമാറ്റോസ്? ഡു യു ഹാവ് ഫ്രഷ് ടൊമാറ്റോസ്? ആൾ എന്താണ് ചോദിക്കുന്നത്? നിങ്ങളുടെ പക്കൽ നല്ല തക്കാളി ഉണ്ടോ? ഡു യു ഹാവ് ഫ്രഷ് ടൊമാറ്റോസ്? അപ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് പറയും? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും അല്ലേ. എന്നിട്ട് അതിന് എത്ര വിലയുണ്ടെന്നും കൂടെ പറയണം. അപ്പോൾ ആൾ പറയാണ്, ഉണ്ട്, കിലോയ്ക്ക് 50 രൂപയാണ്. യെസ്, ദേ ആർ 50 rupees പെർ കിലോ. യെസ്, ദേ ആർ 50 rupees പെർ കിലോ. അപ്പോൾ കസ്റ്റമർ എന്ത് പറയാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 കിലോ തക്കാളിയും 1 കിലോ ഉള്ളിയും വേണം. സോ കസ്റ്റമർ പറയാണ്, ഐ നീഡ് 2 kilos ഓഫ് ടൊമാറ്റോസ് ആൻഡ് 1 kilo ഒനിയൻ. കസ്റ്റമർ പറയാണ്, ഐ നീഡ് 2 kilos ഓഫ് ടൊമാറ്റോസ് ആൻഡ് 1 kilo ഓഫ് ഒനിയൻസ്. ഐ നീഡ് 2 kilos ഓഫ് ടൊമാറ്റോസ് ആൻഡ് 1 kilo ഓഫ് ഒനിയൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ കുറേ നേരം ആലോചിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്, വെണ്ടയ്ക്ക് എത്രയാണ്? വെണ്ടയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ലേഡി ഫിംഗർ. അപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണ്, വെണ്ടയ്ക്ക് എത്രയാണ്? ഹൗ മച്ച് ഫോർ ലേഡി ഫിംഗർ? ഹൗ മച്ച് ഫോർ ലേഡി ഫിംഗർ? ഹൗ മച്ച് ഫോർ ലേഡി ഫിംഗർ? എത്രയാണ്, എത്ര ക്യാഷാണ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഹൗ മച്ച്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൾ എന്ത് പറയും? എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ എന്ത് പറയും? അതിൻ്റെ വില എത്രയാണെന്ന് പറയും അല്ലേ. അപ്പോൾ ആൾ പറയാണ്, കിലോയ്ക്ക് 40 രൂപയാണ്. ദേ ആർ 40 rupees for kilo. They are 40 rupees per kilo. They are 40 rupees per kilo. Clear? They are 40 rupees per kilo. അപ്പോൾ ആൾ ആലോചിച്ചിട്ട് പറയണം, ഓക്കെ, 1 കിലോ വെണ്ട എടുക്കും. ഓക്കെ, പ്ലീസ് ടേക്ക് 1 kilo ഓഫ് ലേഡി ഫിംഗർ. ഓക്കെ, പ്ലീസ് ടേക്ക് 1 kilo ഓഫ് ലേഡി ഫിംഗർ. ഓക്കെ, അപ്പം വീണ്ടും ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണോ? എന്താണ് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളത് നമ്മൾ എന്താ പഠിച്ചത് ആദ്യം? എനിത്തിങ് എൽസ്. ഓക്കെ, അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, എനിത്തിങ് എൽസ്? അപ്പോൾ കസ്റ്റമർ എന്ത് പറഞ്ഞു? വേണ്ട, അത് മതിയാകും. നോ, ദാറ്റ്സ് ഓൾ. നോ, ദാറ്റ്സ് ഓൾ. നോ, ദാറ്റ്സ് ഓൾ. വേണ്ട, അത് മതിയാവും എന്നുള്ളതിന് എന്താ പറയുക? വേണ്ട, നോ, അത് മതിയാവും, ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആളിതെല്ലാം പാക്ക് ചെയ്തു. അതിനുശേഷം പേയ്മെൻറ്റ് നടത്തണം അല്ലേ. അപ്പോൾ കസ്റ്റമർ ചോദിക്കും, മൊത്തം എത്രയായി എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? ഹൗ മച്ച്. അപ്പോൾ മൊത്തം അല്ലെങ്കിൽ ആകെ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ടോട്ടൽ. സോ കസ്റ്റമർ എങ്ങനെ ചോദിക്കും? മൊത്തം എത്രയായി എന്ന് എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര, ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം. സോ മൊത്തം എത്രയായി എന്ന് എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? അപ്പോൾ ഷോപ്പ് കീപ്പർ കാൽക്കുലേറ്റ് ചെയ്ത് പറയാണ്, ആകെ 170 രൂപയായി. ദ ടോട്ടൽ ഈസ് 170 rupees. ദ ടോട്ടൽ ഈസ് 170 rupees. ദ ടോട്ടൽ ഈസ് 170 rupees. അപ്പോൾ കസ്റ്റമർ ആളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 200 rupees എടുത്തിട്ട് ആൾക്ക് കൊടുക്കുകയാണ്. ഇതാ 200 രൂപ. ഹിയർ ഈസ് 200 rupees. ആൾ എന്താ പറയുക? അപ്പോൾ ഇതാ 200 രൂപ എന്നുള്ളതിന് എങ്ങനെ പറയും? ഹിയർ ഈസ് 200 rupees. ഹിയർ ഈസ് 200 rupees. അപ്പോൾ ഷോപ്പ് കീപ്പർ അത് വാങ്ങി ആളുടെ ക്യാഷ് എടുത്തതിന് ശേഷം ബാക്കി ക്യാഷ് തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ ആളിങ്ങനെ പറയും, ഇതാ നിങ്ങളുടെ ബാക്കി പണം, നന്ദി. ഷോപ്പ് കീപ്പർ എന്ത് പറയും? ഹിയർ ഈസ് യുവർ ചേഞ്ച്. ഹിയർ ഈസ് യുവർ ചേഞ്ച്. താങ്ക് യു. ഇതാ നിങ്ങളുടെ ബാക്കി പണം എന്നെങ്ങനെയാ പറയാ? ഹിയർ ഈസ് യുവർ ചേഞ്ച്. അതിനുശേഷം നമ്മൾ എന്ത് പറയും? നന്ദി, താങ്ക് യു. അപ്പോൾ കസ്റ്റമർ തിരിച്ചെന്ത് പറയും? നന്ദി,
താങ്ക് യു. സോ വെജിറ്റബിൾ ഷോപ്പിലെ കോൺവെർസേഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾ ഏത് ഷോപ്പിൽ പോകുമ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ കുറേ ടിപ്സ് അത് മാക്സിമം നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഹൗ മച്ച് വെച്ച് ചോദിക്കുക. അവർ നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ താങ്ക് യു പറയുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.